നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നലെ ഞങ്ങൾ പുത്തുക്കാവ് താലപ്പൊലിക്ക് പോയി. താലപ്പൊലി ജയശ്രീ ഇന്നലെ താലപ്പൊലിക്ക് പോയപ്പോഴേ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടല്ലോ ദ്രൗപതിയെ കണ്ടു. ദ്രൗപതിയുടെ ഫ്രണ്ട് തങ്കമണിയുടെ ബ്രദർ മധുസൂദനൻ, അങ്ങനെ കുറേ പേരെ കണ്ടു. പിന്നെ വനജയെ കണ്ടു. ദ്രൗപതി ജയശ്രീയെ അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഗംഭീര ഉത്സവമാണ് പുത്തുകാവിൽ താലപ്പൊലി എന്ന് പറഞ്ഞാലേ. അതായത് മകരം 10-ാം തീയതി താലപ്പൊലി വരിക. കൊടകര അടുത്താണ് ഈ പുത്തുക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം. 9 മണിയുടെ ബസ്സിലാണ് പോയത്. 10 മണി കഴിഞ്ഞോടെ എത്തിയപ്പോൾ അപ്പോൾ ഉത്സവം തുടങ്ങി. 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളി നിൽക്കുകയാണ്. നല്ല മേളമുണ്ട്, ഒരുപാട് ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളപ്പോൾ വേഗം അമ്പലത്തിനുള്ളിൽ കടന്ന് അതിനെ തൊഴുത് കഴിഞ്ഞ് പുറത്തേക്ക് കിടന്ന് പ്രസാദമൊക്കെ മേടിച്ച് തൊടുന്ന സമയത്താണ് ആരെ കണ്ടത്? ആദ്യം കണ്ടത് ദ്രൗപതിയാണ്. ദ്രൗപതി രാജേട്ടനെ കണ്ടപ്പോൾ ദ്രൗപതിക്ക് മനസ്സിലായി. അപ്പം രാജേട്ടനെ കണ്ടപ്പോൾ പരിചയം ഉണ്ടല്ലോ, അത് എന്തായാലും ഞാനുണ്ടാവുമെന്ന് വെച്ചിട്ട് വേഗം ദ്രൗപതി എന്നെ അടുത്ത് വന്ന് പരിചയപ്പെട്ടു. അപ്പം ദ്രൗപതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദ്രൗപതി സീക്കാണോ എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു സീക്കാണ്. അത് എനിക്ക് സന്തോഷമായിട്ടാണ്. കാരണം ഞാൻ എല്ലാ ദിവസവും ദ്രൗപതി സീക്കയ്ക്ക് മറുപടി പറയാറുണ്ട് അല്ലേ. ജയശ്രീ കാണാറുണ്ട് കേട്ടോ. ജയശ്രീ നോക്കാറുണ്ട് ഈ കമൻസൊക്കെ എല്ലാവരുടെയും. അപ്പോൾ പറയും. അപ്പോൾ എല്ലാവരുടെ കാര്യം, കുഞ്ഞുമോളുടെ കാര്യം, സുന്ദരിയുടെ കാര്യം, അതുപോലെ ജയശ്രീയുടെ കാര്യമൊക്കെ പറഞ്ഞു. സുനന്ദയെ അന്വേഷിച്ചു. എന്തായാലും സന്തോഷട്ടോ. അവരെയൊക്കെ കണ്ടു. ദ്രൗപതിയുടെ വീട് നമ്മൾ അന്ന് പോയ കൂടപ്പുഴയില്ലേ, കൂടപ്പുഴ ഞങ്ങൾ പോയ റിസോർട്ടിൻ്റെ അടുത്താണ് അവരുടെ വീട്. എത്ര അന്ന് കാണായിരുന്നു അല്ലേ. അവരുടെ വീട്ടിലൊക്കെ ഒന്ന് പോവായിരുന്നു. സാരല്ല, എന്തായാലും കണ്ടൂല. സന്തോഷമായിട്ടോ, ഞങ്ങൾക്ക് നല്ല സന്തോഷമായി, അവർക്ക് സന്തോഷമായി നമ്മളെ കണ്ടപ്പോഴ്. അപ്പോൾ ഇത്ര നല്ല ഒരു ഫ്രണ്ട്സിന് നമുക്ക് കിട്ടിയില്ലേ, അതാണ് ഭാഗ്യം അല്ലേ. സന്തോഷട്ടോ. ദ്രൗപതിയുടെ ഫ്രണ്ട് തങ്കമണി ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ ഇവിടെ പോയിട്ടുള്ള ആൾക്കാരാണ്. അതായത് വൃന്ദാവനത്തിലൊക്കെ 14 വർഷമൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറയണത്. അങ്ങനെയുള്ള കൈലാസമൊക്കെ പോയിട്ടുണ്ട്. നമുക്കും പോവാം അല്ലേ. ഇനിയിപ്പോൾ അവര് റെഡി ചെയ്ത് നിൽക്കണത് ഇവിടേക്ക് പോവാനാ, അയോധ്യയിലേക്ക് പോകാനായിട്ട് റെഡി ചെയ്ത് നിൽക്കണവര്. ഞങ്ങളും പോട്ടാ. പിന്നെ കണ്ടതാരെന്നറിയോ, ഞാൻ പഠിപ്പിച്ച മുരളി എന്നൊരു കുട്ടിയുണ്ട്. ആ മുരളി നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ആളാണ്. മുരളിയെ കണ്ടു, അനിയനെയും കണ്ടു. പിന്നെ ഞങ്ങള് ഇങ്ങനെ പോയിട്ട് ആദ്യം തൊഴുതു. പിന്നെ ഞാൻ പ്രസാദം വാങ്ങി. പിന്നെ ഇവരെ കണ്ടു വർത്താനം പറഞ്ഞു. പിന്നെ അങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ അവിടെ പറ വെച്ചു. പറ വെക്കുന്നിടത്ത് എന്താ തിരക്ക് ഈശ്വരാ, ഭയങ്കര തിരക്കാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കുളം കാണാൻ പോയി. അപ്പോഴേക്കും അവിടെ ചോറ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. എത്ര ആൾക്കാരുണ്ടത്? 10:30 ഇപ്പോൾ ചോറ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊരു 11-11:30 ആയപ്പോൾ ചോറ് കൊണ്ടു. എന്താ തിരക്കെന്നറിയാം. ചോറ് വാങ്ങുക, എവിടെയെങ്കിലും വന്നിരിക്കുക. കാണിച്ചു തരാം കേട്ടോ ആ പൂരം. നമുക്ക് അതിലേക്ക് പോവാം കേട്ടോ. ഓക്കെ. എന്താ പേര്? ഞങ്ങൾ ഫ്രണ്ട്സാണോ? അതെ, ഫ്രണ്ട്സാണ്. അത് ശരി. അതെ.
ഞങ്ങൾ കല്യാണത്തിന് സ്റ്റുഡന്റിന്റെ മോളെ കല്യാണത്തിന് കാണാൻ ആളെ കണ്ടപ്പോഴല്ലേ ശിവേട്ടൻ രാജന്റെ അമ്മാവന്റെ മോനെ നിങ്ങൾ ഇതാണ് നിങ്ങളെ ചെടികളും ഇതൊക്കെ കൈലാസം 3 ലക്ഷമായിരുന്നു അന്ന് കണ്ടൊക്കെ അറിഞ്ഞ് ഞങ്ങൾ പരിപാടി കണ്ടത് കാണാൻ പറ്റില്ല. ദ്രൗപദി സിക്കയ്ക്ക് അറിയാം എല്ലാത്തിനും മറുപടി. ചിലപ്പോൾ വൈകൂട്ടാണ്ട് ചിലേ വീട്ടിൽ കുറേ പണിക്കുണ്ടാവില്ലേ എല്ലാം കാണാറുണ്ട്. മോളെ കാണാറുണ്ട്. പിന്നെ ആ കുട്ടി ജയസ് നിങ്ങൾ രണ്ടുപേരും കൂടി പാചകം ചെയ്യലും അതേപോലെയാണ് നല്ലടുത്ത് അടുക്കള. അതെ അതെ സരസ്വതി ഞാൻ അവരൊക്കെ ഭയങ്കര സന്തോഷം. നിങ്ങൾ ഇവിടെ തഞ്ചാവൂർ അവിടെയൊക്കെ പോയില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ കണ്ടു. ഞാൻ പോയില്ലായിരുന്നു തഞ്ചാവൂരൊക്കെ. യാത്രയുടെ ആളാണ്. 7 പ്രാവശ്യം വൃന്ദാവനം കണ്ടാണ്. ഭാഗ്യം ഭാഗ്യം ഭഗവാന്റെ അനുഗ്രഹം. അല്ല ഞാൻ വൃന്ദാവനം ഇവരൊക്കെ കൈലാസം ഭാഗ്യമാണ്. ഭയങ്കര തിരക്കാണ്. ഭയങ്കര സന്തോഷം. ജയശ്രീയോടൊക്കെ പറഞ്ഞോളൂ. പറയാം. സാറിൻ്റെ ശിവൻ സാറ്. ഓക്കെ എന്തിലാ LIC ആണ്. ഓക്കെ ഫാമിലി വന്നിട്ടില്ലേ? ആരും വന്നിട്ടില്ലേ? തിരിഞ്ഞു വരും. പിന്നെ ഇവിടെ വൈകുന്നേരം പുത്തുക്കാവ് ദേവീക്ഷേത്രം വിവാഹമണ്ഡപം. ജാതിപത്രി, നാളികേരം, കൂർക്ക, എല്ലാ പച്ചക്കറികളുണ്ടല്ലേ? എല്ലാ പച്ചക്കറികളുണ്ട്. ഇതിലും പച്ചമുളക്, കപ്പലണ്ടി, കയ്പ്പയ്ക്ക, കൊള്ളി, പടവലങ്ങ, മത്തങ്ങ, ശർക്കര. അപ്പുറത്ത് ഈശ്വര എന്താ രസല്ലേ! ബാക്ക് ക്യാമറ ആവണില്ലല്ലോ എന്ന് പറയുന്നത്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അവസാനം മതി. അതൊക്കെ തുടരണം. ഫോട്ടോ എടുക്കാനാണോ? ഫോട്ടോ എടുക്കാനല്ലേ? എടുത്തോളൂ, കുത്തിക്കോളൂ. ഉരുളക്കിഴങ്ങ്, അടയ്ക്ക, അത് മല്ലി, ചെറുനാരങ്ങ, കുരുമുളക്. ഇവിടെ കഴിച്ചേട്ടാ.
ഒരു കുടം കണ്ടിട്ട് പോവാൻ നല്ല വെള്ളം ആ എനിക്ക് ഭയങ്കര ആഗ്രഹം വെള്ളത്തിൽ കുളിക്കാനായിട്ട്. എത്ര കാലമായി പുറത്തൊക്കെ വന്ന് ഇന്നലെ ഞങ്ങൾ പോയിട്ടേ പുഴയിൽ മുങ്ങി കുളിച്ചു. പക്ഷെ ആ വെള്ളം സുഖമില്ലാത്തതാ. വെള്ളം ഇപ്പൊ കൊണ്ട വെള്ളം പുഴയിൽ കുഴപ്പമില്ലേ. ഇവിടെ പിള്ളേർ ഡാൻസ് കളിക്കണ്ടല്ലോ കുളം. അയ്യോ എന്ത് രസമല്ലേ, നല്ല രസമുണ്ടല്ലേ. ആ മീനൊക്കെ ഉണ്ട്. ആ ശുദ്ധമായ വെള്ളം. ഇവിടെ കുളി തെങ്ങിൻ്റെ ഒക്കെ അടയാളം കണ്ട വലിയ കുളമാണല്ലേ. അപ്പോൾ അവിടെ മീൻ ഞാൻ ഇറങ്ങുമ്പോൾ മീൻ എൻ്റെ അടുത്ത് വരും കേട്ടോ. ഞങ്ങളിത് കുളിച്ചിട്ട് നീന്താറുണ്ട്. നീന്തറിയൂല്ലേ? ആ നീന്തറിയാം. മീനല്ലേ കാലിൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. വലിയ മീനൊക്കെ ഉണ്ട്. പിള്ളേരുടെ കളി കണ്ടവരുടെ മനസ്സിലായ എൻ്റെ അമ്മ എല്ലാവരും ഇവിടെ നേരം കഴിക്കുന്നത്. പാലിയേക്കരയുള്ള ഒരാളെ കണ്ടു, കൊടകര വീട്. തീർത്ഥക്കുളമാണ് കേട്ടോ, തീർത്ഥക്കുളം. എന്താ തിരക്കല്ലേ. നമ്മളോട് ചേച്ചി കണ്ടില്ലേ ഒന്ന് ലതിക ഉണ്ണിമാന്റെ മോളാണ്. ആ കൊറേ പേരെ കണ്ടിട്ടു. അതെ അല്ലേ. ഇപ്പൊ പോണില്ലല്ലോ. പോയിണ്ട്. ആ പിന്നെ ആരല്ലേ? ഭർത്താവുണ്ട്, അമ്മയുണ്ട്. പോട്ടെ അങ്ങനെ പോവാ ചേട്ടാ. ഇതിന്റെ പേര് കേറാറുണ്ടോ യോഗയ്ക്ക്? ചെയ്യുന്നുണ്ട്. സുഖമായിരിക്കണോ? ചേട്ടന് ഒരുമിച്ച് താമസിക്കായിരുന്നു അല്ലേ 2 ദിവസമൊക്കെ? വീട്ടിലവിടെ വീട്ടിൽ പോയിട്ട് താമസിച്ചില്ലേ ഹസ്ബൻഡ്? ഓക്കെ ഓക്കെ. ശബരിമലയിലേക്ക് പോവാൻ ഞങ്ങൾ ഒരുമിച്ച് പോയേ. ആണോ? നമ്മുടെ വരണ്ടപ്പള്ളിനെ പോയേ. അതെ അല്ലേ.